ഹലോ. എന്താണ് പുതിയൊരു റിലേഷൻ? പ്രായം കുറഞ്ഞ പയ്യനായതുകൊണ്ട് അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അല്ലേ? നിങ്ങളുടെ ബുദ്ധി അത്ഭുതകരം തന്നെ. ഒന്നും ആലോചിക്കാതെ ജോലി കൊടുക്കുന്നതും വീടിന്റെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്നതും മറ്റാരും സംശയിക്കില്ലല്ലോ. എല്ലാവരും വിഡ്ഢികളാണെന്ന് ധരിക്കരുത്. സ്റ്റുപ്പിഡ്. ആന്റണി, മേരി, ഇവരെവിടെ പോയി? ഞാൻ മാർക്കറ്റിൽ പോവാ, ചോദിച്ചാന്ന് പറഞ്ഞേക്കണം. ഒന്ന് വേഗം വാ. ഷവറിലെ വെള്ളം തീർന്നു. ഈ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങെടുക്ക്. ഒന്ന് വേഗം ആട്ടടി, കണ്ണെരിയുന്നു. അയ്യോ, കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്ക്. നീ എന്താ ഇപ്പോൾ വന്നത്? മാഡം വെള്ളം ചോദിച്ചില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. ആൻമേരിയല്ലേ വിളിച്ചത്? അവള് കടയിൽ പോയതാ, അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. ശരി, പൊയ്ക്കോ ഇവിടുന്ന്. പോ. കേറി വന്നിരിക്കുന്നു. ഇതെന്താ അമ്മായി? ഇരിക്കേ. വിജയ് എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മായി സന്യാസത്തിന് പോയിന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ പോയാലും എന്റെ മോൾ ഇവനെ പൊന്നുപോലെ നോക്കുന്ന എനിക്കറിയില്ലേ. 101 അമ്പലങ്ങളിൽ പോകണം, മനസ്സ് നിറയെ പ്രാർത്ഥിക്കണം, എല്ലാ ദൈവങ്ങളോടും ഒരുപാട് നന്ദി പറയണം. ആ വിജയ്, നീ ചെന്ന ആൻമേരിയോട് അമ്മായിക്ക് ചായ എടുക്കാൻ പറ. ശരി. ആ, തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ഇനി എപ്പം മടങ്ങി വരും? മേരി, ദേവി മാഡം പറഞ്ഞു ചായ കൊടുക്കാൻ. എന്റെ അമ്മയാ. ഓ, സ്മാർട്ട് അമ്മ. എല്ലാ അമ്പലങ്ങളിൽ ചെല്ലുമ്പോഴും ഞാൻ ആദ്യം പ്രാർത്ഥിക്കുക മോക്ക് വേണ്ടിയായിരിക്കും. എനിക്ക് വേണ്ടി അമ്മ എന്തൊക്കെയാ പ്രാർത്ഥിക്ക? എന്റെ മോൾക്ക് ഒത്തിരി സ്നേഹവും സന്തോഷവും തരുന്ന ഒരു ചെറുക്കൻ വരണമെന്ന്. ഇല്ലമ്മായി, ഇനി അതൊന്നും വേണ്ട. പുതിയൊരു ജീവിതം ഇനി തുടങ്ങിയിട്ട് അനന്തേട്ടന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചു. ഇല്ല കുട്ടി, ഒരു ദുരന്തമുണ്ടായിന്ന് കരുതി അവിടെ മുറുക്കിയിടാനുള്ളതല്ല ജീവിതം. നീ കൊച്ചു പെണ്ണ, നിനക്ക് സ്നേഹിക്കാനും നെഞ്ചോട് ചേർത്ത് ആശ്വാസം കണ്ടെത്താനുമായി പറ്റിയ ഒരാളുണ്ടാവും, തീർച്ച. വസുന്ധരക്കുട്ടിയുടെ ഓഫീസിൽ ജോലി കിട്ടിയത് എന്റെ മോന്റെ ഭാഗ്യ. അതേമേ. പാവ അവള്. അവക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നത് ഓർക്കുമ്പോഴാ സങ്കടം. എന്റെ കുട്ടിയെ കുറിച്ച് പറയുമ്പോ 100 നാവ അവൾക്ക്. മോനും അവളെ നോക്കിക്കോണം. ശരിയമ്മേ. ഇനി അമ്മ പോയിക്കോളാം, കുട്ടി തിരിച്ചു പോയിക്കോളൂ. ആരാ മോനെ പോയത്? എന്റെ അമ്മയാ. ഓഹോ, നിന്റെ ആരാ വസുന്ധര? എന്റെ ഒരു റിലേറ്റീവാ. റിലേറ്റീവ് എന്ന് പറഞ്ഞ? എന്റെ സ്വന്തത്തിലെ ഒരു അമ്മാവന്റെ മോളാ. നീ ആൾ മിടുക്കനാണല്ലോ. അല്ല, ഇത് നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു? കണ്ണടച്ച് പാല് കുടിച്ചാ ആരും അറിയില്ലെന്നാ നിന്റെ വിചാരം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ. വിജയ്, ദേവി ഇവിടെ? അകത്തുണ്ട്. ഓ, എത്ര നേരായി
ഞാൻ കാത്തിരിക്കുന്നു. സോറി ദേവി, ഞാൻ കുറച്ച് ലേറ്റായി. എന്താ ഇത്? മേഡത്തിന് നിറങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വിജയ്, നീ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? എനിക്കെല്ലാം അറിയാം. മേഡത്തിന് നിറങ്ങളോടും പാട്ടിനോടും പൂക്കളോടും ഒക്കെ വളരെ ഇഷ്ടമാണ്. മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും ഒതുക്കി വിഷമിച്ച് കഴിയല്ലേ മേഡം? Stop it and get out. I say you get out. മേഡം, ഇറങ്ങ് വേഗം, വണ്ടി നിറങ്ങ്. ഇനി മേലിൽ എന്റെ മുന്നിൽ കണ്ടുപോകരുത്. പോയിക്കോ എവിടെങ്കിലും. മാഡം 10 മണിക്ക് ബാങ്കിലേക്ക് അയക്കേണ്ട ചെക്കുകളാ. ഈ ഫിഗറുകളൊക്കെ തെറ്റാണല്ലോ. അല്ല മാഡം, അതൊക്കെ ശരിയാ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇതെടുത്തിട്ട് പോ. ഇങ്ങനെയാണോ എഴുതി വെച്ചിരിക്കുന്നത്? പോയി കറക്റ്റ് ചെയ്തോണ്ടോ? ഓ മതിയടോ പഞ്ചായത്ത് ഫോൺ വെക്ക്. താൻ നല്ല സീറ്റിൽ പോയിരിക്കേ. ഹലോ, എപ്പോ? എന്ത്? ഞാൻ ഉടനെ എത്താം. ദേവി, നമ്മുടെ വിജയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അല്പം സീരിയസാ. ഏത് ഹോസ്പിറ്റൽ? പ്ലീസ് കം. ഡോക്ടർ, വിജയ്ക്ക് എങ്ങനെയുണ്ട്? കള്ളിൽ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ട്. യു വിൽ ബി ഓൾ റൈറ്റ് ഇൻ എ വീക്ക്. പക്ഷേ വരൂ, പറയാം. ഹലോ, ഇത് ഞാനാ, വസുന്ധര. വിജയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ദേവി? ഹീസ് ഓൾ റൈറ്റ്. ഒരാഴ്ചക്കുള്ളിൽ ഒക്കെ ശരിയാകും. 2-3 ദിവസത്തേക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ആദ്യം നോക്കണം. ഓക്കെ, ഞാൻ പിന്നീട് വിളിക്കാം. ബൈ.
ഇറങ്ങിക്കോ. ആന്റണി, വിജയ് സുഖാവുന്നത് വരെ ഇവിടെ തങ്ങിയാ മതി. നീ വേഗം നിവേദിയുടെ റൂം റെഡിയാക്ക്. ശരി മാഡം. ദേവി, ഞാൻ ഇറങ്ങട്ടെ. ഓഫീസിൽ പിടിപ്പത് പണിയുള്ളതാ. ശരി. ആ. ഒരു കാര്യം മറന്നു. രാവിലെ കമ്പനി പോയിട്ട് ഏതൊക്കെ കൊട്ടേഷനെ പെൻഡിങ് ഉള്ളതെന്ന് നോക്കണം. ഞാൻ അല്പം ലേറ്റ് ആയാലും ആദ്യം വേണം അതൊക്കെ നോക്കാൻ. മറക്കരുത്. ഞാൻ വന്നിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. എടി നിവേദ, നിന്നെ ഞാൻ എന്റെ ചേച്ചി ഇത്ര പേടിത്തുറിയാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. രാത്രിയിൽ വന്ന് മുഖം മൂടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ആരെ പേടിക്കാത്തെ? അല്ല, നീ എപ്പോഴാ വന്നേ? ഞാൻ ഉച്ചയ്ക്കേ വന്നു. കോളേജ് 2 ആഴ്ചത്തേക്ക് അടച്ചു. സമ്മർ എക്സാമാ. നിനക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കായിരുന്നില്ലേ? ഓ, അവിടെ നിന്നാലും കണക്കാ. ഇവിടെ ആവുമ്പോ ചേച്ചിയെ കാണുകയും ചെയ്യാം, എനിക്ക് പഠിക്കുകയും ചെയ്യാം. പെണ്ണെ, ഫൈനൽ ഇയറാ. നീ ഒഴിപ്പിക്കളയരുത്. ഇല്ല ചേച്ചി, ഞാൻ വന്ന ഉടനെ തന്നെ പഠിത്തം തുടങ്ങാന്ന് കരുതിയത്. എന്റെ മുറിയിൽ ചെന്നപ്പോ അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു. അയ്യോ, അത് വിജയ. നീ വലുത് പറഞ്ഞോ? ഞാൻ അയാളെ ശരിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ പാവത്തിന്റെ കഥ കേട്ടിട്ട് എനിക്ക് കഷ്ടം തോന്നി. ശരി, എന്റെ മുറി കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. നല്ല കുട്ടി. ആ, എന്നിട്ട് അവൻ എവിടെ? കുറെ നേരം ഞങ്ങള് വർത്താനം പറഞ്ഞു. ഇപ്പൊ കക്ഷി നല്ല ഉറക്കത്തിലാ. ചേച്ചി ചേച്ചി, കൊഞ്ചാതെ പെണ്ണെ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചേച്ചിയുടെ കൈകൊണ്ട് ദോശ ചുട്ടു തരുവോ? എത്ര നാളായി നല്ല ചൂടുള്ള ദോശ തന്നിട്ട്. ശരി, എന്റെ മോള് വാ. ഹലോ, ഹായ് ഗ്രീഷ്മ, നീ ഇതെവിടുന്നാ? അതൊക്കെ പറയാം. എത്ര ദിവസമായി? എന്നെ ഒന്ന് അന്വേഷിക്കാൻ തോന്നിയോ? എന്റെ പൊന്നെ, കുറ്റപ്പം എന്റേതായോ? അത് പോട്ടെ, നിനക്ക് എന്റെ വക ഒരു പ്രസന്റ് ഉണ്ട്. നിന്റെ വാതിൽക്കൽ അതുണ്ടാവും. വേഗം പോയി നോക്ക്. ശരി. ഹേയ്, യെസ്, ഗ്രീഷ്മ. ഗ്രീഷ്മ മഹാദേവൻ. ക്ലോസ്. ഹായ്, വസുന്ധരാദേവിയുടെ അനുജത്തിയാണല്ലേ? അതെ. എന്താ പേര്? നിവേദ. നിവേദ. ഐ എം ദ ഹാപ്പിയസ്റ്റ് മാൻ ദിസ് മോർണിംഗ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ ഒപ്പം ജോഗിങ്ങിന് നിവേദയുണ്ടല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ എക്സസൈസിലൊക്കെ വളരെ പിന്നോട്ടാ. തന്നെ പോലെ ഒരു കുട്ടിയെ കാണുന്നത് തന്നെ ഞങ്ങളെ പോലുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങൾക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? താങ്ക് യു വെരി മച്ച്. It's all right.